Good morning. We will continue with the remaining portion of the borax now. So first, we have last class we had discussed about the details of the borax child. The main keynote. So I hope all you remember the symptoms like aggravation from downward motion, after mouth, and child crying before urination. All these symptoms are the important symptoms. Next, we will discuss some important symptoms of the female borax lady. ബൊറാക്സ് ലേഡി വി വിൽ ഡിസ്കസ് ബൊറാക്സ് എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ ഫേസ് ഒക്കെ പറഞ്ഞു. ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ബൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൽ ആക്ഷനുള്ള ഡേർട്ടി ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും. അതായത് അൺഹെൽത്തി സ്കിന്നാണ്. എന്നുവെച്ചാൽ ലീസ്റ്റ് ഇഞ്ചുറീസ് അക്യുറേറ്റ്സ് കുറേ അങ്ങനത്തെ സിംറ്റംസ് ഉള്ള ഒരു ഡേർട്ടി ആയിട്ടുള്ള അപ്പിയറൻസ്, ഡേർട്ടി ആയിട്ടുള്ളൊരു സ്കിന്നാണ്. പിന്നെ ഇവരുടെ ഫേസിലൊക്കെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, വൈൽഡ് ഹെയർസ്, ഐലാഷസൊക്കെ ഇൻഗ്രോയിങ് ആയിരിക്കും. അതാണ് എക്ട്രോപ്പിയോൺ എന്ന് പറയും. ഇൻഗ്രോയിങ് ആയിട്ടുള്ള ഐലാഷസ്. പിന്നെ നോസിന് എന്ത് പറഞ്ഞു, നോസിന് ഒരു പെക്യുലാരിറ്റി ഉണ്ടായിരുന്നു, റെഡ് നോസ് ഓഫ് യങ് വുമൺ. റെഡ് നോസ് ഓഫ് എസ്പെഷ്യലി ഓവർ ദ ടിപ്പ്, ചുമന്ന അറ്റത്ത് ഇങ്ങനെ ചുമന്നിരിക്കുന്നു. അപ്പോൾ റെഡ് നോസ് ഓഫ് യങ് വുമൺ. പിന്നെ ഇതിൻ്റെ ഫീമെയിൽ സിംറ്റംസ് പറയുമ്പോൾ ബൊറാക്സിൻ്റെ ഫീമെയിൽ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയേണ്ട സിംറ്റം അതിൻ്റെ ലൂക്കോറിയാണ്. ബൊറാക്സിൻ്റെ ലൂക്കോറിയ ഇമ്പോർട്ടൻ്റ് ആണ്. ബൊറാക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഡിസ്ചാർജസ് എല്ലാം തന്നെ ഒരു ആക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ചാർജസ് ആണ്. അപ്പോൾ ലൂക്കോറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബൊറാക്സിൻ്റെ. സോ ലൂക്കോറിയ എന്ന് പറയുന്നത് അതിൻ്റെ നേച്ചർ പ്രൊഫ്യൂസ്, ആൽബുമിനസ്, സ്റ്റാർച്ചി വിത്ത് സെൻസേഷൻ ആസ് ഇഫ് വാം വാട്ടർ വെയർ ഫ്ലോയിങ് ഡൗൺ ഫോർ 2 weeks ബിറ്റ്വീൻ കെറ്റമിയ. അതായത് മെൻസസിന് അതിനകത്ത് 2 weeks ഇൻ ബിറ്റ്വീനാണ്. മെൻസസ് ഇൻ ബിറ്റ്വീൻ 2 weeks, അതിലാണ് മെൻസസ് ഇൻ ബിറ്റ്വീൻ 2 weeksലാണ് ലൂക്കോറിയ. അപ്പോൾ ലൂക്കോറിയ ബൊറാക്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫ്യൂസ് ആയിരിക്കും, അതുപോലെ ആൽബുമിനസ് അതല്ലെങ്കിൽ സ്റ്റാർച്ചി ആയിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ ഈ ഇമ്പോർട്ടൻറ്റ് നേച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊറാക്സിൻ്റെ ലൂക്കോറിയ, പ്രൊഫ്യൂസ് ലൂക്കോറിയ, ആക്രിഡ്, ആൽബുമിനസ്, സ്റ്റാർച്ചി. പിന്നെ അതിൻ്റെ സെൻസേഷനാണ്. സെൻസേഷൻ ആസ് ഇഫ് എന്താണ്, വാം വാട്ടർ ഈസ് ഫ്ലോയിങ് ഡൗൺ, അതായത് ചൂടുവെള്ളം ഒഴുകി പോകുമ്പോൾ റണ്ണിങ് ഡൗൺ ടു ഹീൽസ്. നമ്മൾ അലൂമിനിയം പറയുന്ന പോലെ തന്നെയാണ്. ഇവിടെ ഇതിനൊരു പ്രത്യേക സെൻസേഷനുണ്ട്. റണ്ണിങ് എന്താണ്, വാം വാട്ടറാണ്, ഹോട്ട് ആൻഡ് ആക്രിഡ് ആണ് മൊത്തത്തിൽ ബൊറാക്സിൻ്റെ ഡിസ്ചാർജസ് എല്ലാം. ആക്രിഡിറ്റി അതിന് പറയുന്നുണ്ട്, ആക്രിഡ് ആയിട്ടുള്ള ഡിസ്ചാർജസ്. മൗത്തൊക്കെ ഹോട്ടാണ്, ഹോട്ട് മൗത്ത്, ആഫ്റ്റർ സൈറ്റിലുള്ള കുറേ കണ്ടീഷൻസ് ഉള്ളതാണ്. അപ്പോൾ ലൂക്കോറിയയിലും അതേപോലെ തന്നെ ഹോട്ട് ആൻഡ് ആക്രിഡ് ആണ്. അപ്പോൾ പ്രൊഫ്യൂസ്, ആൽബുമിനസ്, സ്റ്റാർച്ചി വിത്ത് സെൻസേഷൻ ആസ് ഇഫ് വാം വാട്ടർ വെയർ ഫ്ലോയിങ് ഡൗൺ ബിറ്റ്വീൻ മെൻസസ്. 2 weeks ബിറ്റ്വീൻ മെൻസസ് ആണ് ലൂക്കോറിയയുടെ ടൈം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ ബൊറാക്സ് എന്ന് പറയുന്നത് റൊട്ടീനായിട്ട് പല ഡോക്ടേഴ്സും സ്റ്റെറിലിറ്റിക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ലൂക്കോറിയയുടെ ആക്രിഡിറ്റി കാരണം എന്തായിരിക്കും, ഇത് പ്രിവെൻറ്റ്സ് കൺസെപ്ഷൻ. അതായത് പ്രഗ്നൻ്റ് ആവാത്ത ലേഡീസിൽ അവർക്ക് ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഈ ലൂക്കോറിയ ഉണ്ടാവാം. ആക്രിഡ് ആയിട്ടുള്ള ലൂക്കോറിയ കാരണം സ്റ്റെറിലിറ്റി ഡെവലപ്പ് ചെയ്യുക. നമ്മൾ ആയിടത്തിലൊക്കെ പറയുന്നത് വിച്ച് പ്രിവെൻറ്റ്സ് കൺസെപ്ഷൻ. അതല്ലെങ്കിൽ സ്റ്റെറൈൽ ലേഡീസ് ആയിരിക്കും. കാരണം ഈ ലൂക്കോറിയാണ് ഇവരുടെ കോസ് ഓഫ് സ്റ്റെറിലിറ്റി. Now from this acrid leukorrhea, from the menstrual state, this false leukorrhea acrid ആണെന്ന് പറഞ്ഞു. ഇനി മെൻസസിലേക്ക് പറയുമ്പോൾ മെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ മെൻസസ് ആണ്, കോളിക്കുള്ള മെൻസസ് ആണ്. ഇനി മെൻസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിനസ് ഡിസ്മെനോറിയാണ്. ഒത്തിരി ഷെഡിങ് ഓഫ് മെംബ്രെയിൻസ് ഉണ്ടാവും. Menstrual state, the false membrane forming and being thrown off. It is no wonder that women ആർ സ്റ്റെറൈൽ. അതിൻ്റെ മെംബ്രെയിനസ് ആയിട്ടുള്ളത് ഷെഡിങ്ങും ഉണ്ടാവും, പോരാത്തതിന് അതിന് ആക്റ്റഡ് ആയിട്ടുള്ള ലൂക്കോറിയ ഉണ്ട്. ഓൾ ദീസ് വുമൺ ആർ സ്റ്റെറൈൽ. ഓൾ ഹൂ ഹാവ് സച്ച് സിംറ്റംസ് ആർ സ്റ്റെറൈൽ ആൻഡ് ബോറാക്സ് ഹാസ് ക്യൂർഡ് സ്റ്റെറിലിറ്റി വെൻ ദിസ് കണ്ടീഷൻ വാസ് ദ കോസ്. അതായത് സ്റ്റെറൈൽ ലേഡീസ് വിത്ത് പ്രൊഫ്യൂസ് ആൻഡ് ആക്രിഡ് ലൂക്കോറിയ എന്ന് പറയുമ്പം ഈ സ്റ്റെറിലിറ്റിയുടെ കോഴ്സ് ഈ ലൂക്കോറിയ ആയിട്ട് കാണുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന മെഡിസിനാണ്. റൊട്ടീനായിട്ട് പല ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനാണ് ബൊറാക്സ്. പക്ഷേ അങ്ങനെ റൊട്ടീനിസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഹോമിയോപ്പതിക് അല്ല. നമ്മൾ ആ കണ്ടീഷൻസ് നോക്കിയിട്ട് വേണം ബൊറാക്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ. ഇതേപോലെ തന്നെ ഡ്രഗാണ് ഇങ്ങനെ സ്റ്റെറിലിറ്റി കോസ് ചെയ്യുന്ന ഒരു ലൂക്കോറിയ കാരണം സ്റ്റെറിലിറ്റി വരുന്നൊരു ഡ്രഗാണ് അയഡം. പിന്നെ ഫീമെയിൽസിൽ വരുന്നത് നമ്മൾ ബൊറാക്സിൻ്റെ ലൂക്കോറിയ പറഞ്ഞു, ആക്രിഡ് ആയിരിക്കും, ഹോട്ടാണ്, റണ്ണിങ് ഡൗൺ ആൻഡ് ഫീലിംഗ് ആസ് ഇഫ് ഹോട്ട് വാട്ടർ ഈസ് ഫ്ലോയിങ് ഡൗൺ. അതാണ് ലൂക്കോറിയയുടെ സെൻസേഷൻ പറഞ്ഞത്. ലൂക്കോറിയയുടെ നേച്ചർ എന്തായിരുന്നു, പ്രൊഫ്യൂസ്, ആക്രിഡ്, ആൽബുമിനസ് ആൻഡ് സ്റ്റാർച്ചി. ഇതാണ് അതിൻ്റെ നേച്ചർ. പിന്നെ ഇവരുടെ ലൂക്കോറിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊഫ്യൂസ് ആൻഡ് ആക്രിഡ് ആയതുകൊണ്ട് തന്നെ ദാറ്റ് റിസൾട്ട്സ് ഇൻ സ്റ്റെറിലിറ്റി ഓഫ് ദ ലേഡി. ആ ലേഡി സ്റ്റെറൈലായിട്ട് പോകണം. ഇൻഫെർട്ടിലിറ്റിയാണ് ആ കണ്ടീഷനിൽ നമുക്ക് റൊട്ടീനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ബൊറാക്സ്. പക്ഷേ സിംറ്റമാറ്റിക് ആയിട്ട് സിമിലർ ആണെങ്കിൽ മാത്രമേ നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ.
നെക്സ്റ്റ് അതിൻ്റെ മെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസ് വളരെ പ്രൊഫ്യൂസ് ആയിട്ടുള്ള മെൻസസ് ആണ്. മെൻസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിനസ് ആണ്. മെംബ്രെയിൻസ് ഒത്തിരി ഷെഡിങ് ആണ്. അതായത് മെംബ്രെയിനസ് ഡിസ്മെനോറിയാണ് ഇത്. അപ്പോൾ ലൂക്കോറിയ ആക്രിഡ് ആൻഡ് പ്രൊഫ്യൂസ്, മെൻസസ് ഈസ് മെംബ്രെയിനസ് ഡിസ്മെനോറിയ. നെക്സ്റ്റ് കമ്മിങ് ടു ദ ഫീഡിങ് സെക്ഷൻ. അപ്പോൾ നമ്മൾ നേഴ്സിംഗ് വുമണിനാണെങ്കിലും നേഴ്സിംഗ് ചൈൽഡിനും ഒരേപോലെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിനാണ് ബോറാക്സ്. അതായത് അമ്മയ്ക്ക് തന്നെ മോസ്റ്റ്ലി അമ്മയ്ക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത അതേ മെഡിസിൻ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കണ്ടീഷൻ. അതാണ് ബോറാക്സ് നമ്മൾ കാണുന്നത്. ബോറാക്സ് മദറിന് ബോറാക്സ് ചൈൽഡ് ഉണ്ടാകുന്ന ഒരവസ്ഥ. അതായത് ബോറാക്സ് മദർ എങ്ങനെയായിരിക്കും? മദറിൻ്റെ കുറേ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ബോറാക്സിനകത്ത് പെയിൻഫുൾ നേഴ്സിംഗ് ആണ്. നേഴ്സിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളാണ്. പക്ഷേ അതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പെയിൻ ഈസ് ഫെൽറ്റ് ഇൻ വൈൽ ഫീഡിങ് ദ ചൈൽഡ്. ദ പെയിൻ ഈസ് ഫെൽറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ്. ഫീഡ് ചെയ്യുന്ന ബ്രസ്റ്റിലായിരിക്കില്ല പെയിൻ ഫീൽ ചെയ്യുക. പെയിൻ ഈസ് ഫെൽറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ്. ഇതേപോലെ നമ്മൾ ഒത്തിരി റേഡിയേഷൻസ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ക്രോട്ടൺ ഡിക്കിൽ എങ്ങനെയാണ് പെയിൻ ഈസ് റേഡിയേറ്റിംഗ് ടു ദ ബാക്ക് വൈൽ നേഴ്സിംഗ്. ഫൈറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ബോഡി ഈ പേഷ്യൻറ്റിന് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഫീഡിങ്. പിന്നെ ഈ പെയിൻഫുൾ ആവുന്ന കണ്ടീഷൻ്റെ പ്രധാന കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഈ ക്രാക്ക്ഡ് നിപ്പിൾസ്, ഡ്രൈനെസ് ഒക്കെ കൊണ്ടാണ്. ഇപ്പോൾ ക്രാക്ക്ഡ് നിപ്പിൾസിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിനാണ് ഗ്രാഫൈറ്റിസ്. അപ്പോൾ ബൊറാക്സിനും ഗ്രാഫൈറ്റിസിൻ്റെയൊക്കെ സ്കിന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു ഡേർട്ടി ആൻഡ് അൺഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ പെയിൻഫുൾ നേഴ്സിംഗ്, പെയിൻ ആഫ്റ്റർ നേഴ്സിംഗ്. പിന്നെ ഒരു പെക്യുലിയർ സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്റ്റി ഫീലിംഗ് ഇൻ ദ ബ്രസ്റ്റ് ആൻഡ് ദേ ഏക്ക് ബിക്കോസ് ദേ ആർ എംപ്റ്റി. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുൾ നേഴ്സിംഗ് ആണ്. ആ നേഴ്സിംഗിൽ തന്നെ പെയിൻ ഈസ് ഫെൽറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ്. പെക്യുലർ സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്റ്റി സെൻസേഷനാണ്. എംപ്റ്റി സെൻസേഷൻ. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെയിൻ ഈസ് ഫെൽറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ്. ഇനി ജനറൽ നമുക്ക് ടോട്ടലായിട്ട് ഇവരുടെ ഫീമെയിൽ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ബൊറാക്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നത് എന്തിനാണ്? ബൊറാക്സ് ഈസി കൺസെപ്ഷൻ, അതായത് സ്റ്റെറിലിറ്റി ഉള്ള കണ്ടീഷൻസിൽ ഇങ്ങനെ ലൂക്കോറിയൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വേറെ പതോളജിക്കൽ കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ കൺസെപ്ഷൻ ഈസിയാക്കും. പെട്ടെന്ന് തന്നെ അവർ പ്രഗ്നൻ്റ് ആവും. പിന്നെ മെംബ്രെയിനിസ് ഡിസ്മെനോറിയ, ഷോർട്ടായിട്ട് ഫീമെയിൽ സിംറ്റംസ് പറയുന്നതാണ്. ഈസി കൺസെപ്ഷൻ, മെംബ്രെയിനിസ് ഡിസ്മെനോറിയ, ആൽബുമിനസ് ലുക്കോറിയ ഈസ് ആൽബുമിനസ് ആൻഡ് സ്റ്റാർച്ചി. പിന്നെ ഇതിൽ ഈ നാട്രം ഗ്രൂപ്പിൽ എല്ലാവർക്കും തന്നെ ഉണ്ട് ഈ സിംറ്റം. എന്ത്? അവേർഷൻ ടു കോഷൻ. നാട്രം മൂറ്, നാട്രം കാർബനൊക്കെ ഒരു ഇൻഡിഫറൻസ് ടുവേർഡ്സ് ദ സെക്സ് ആണ്. ഇൻഡിഫറൻസ് ടുവേർഡ്സ് സെക്സ്. അപ്പോൾ അവേർഷൻ ടു കോഷൻ. പെയിൻ ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് ആസ് ദ ചൈൽഡ് നേഴ്സ്. പെയിൻ ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് ആസ് ദ ചൈൽഡ് നേഴ്സ് ബൊറാക്സ് ആണ്. പിന്നെ ഇനി ഇത് മദറിൻ്റെ സിംറ്റം. ഇനി ചൈൽഡിൻ്റെ ഒത്തിരി സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ മദേഴ്സ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോത്തിങ് ആണ്. ദ ചൈൽഡ് ഹാസ് ഗോട്ട് അവേർഷൻ ഫോർ മദേഴ്സ് മിൽക്ക് ബിക്കോസ് ദ മിൽക്ക് ടേസ്റ്റ് ബാഡ്. അതാണ് മിൽക്കിൻ്റെ ടേസ്റ്റ് ബാഡായിരിക്കും. ഒരു ബാഡ് ടേസ്റ്റിംഗ് ആയിട്ടുള്ള മിൽക്കാണ് ഈ മദർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വേറെ ഒരു 2 കോഴ്സ് ഉണ്ടാവാം ബൊറാക്സ് ചൈൽഡിന് ഈ മിൽക്കിനോട് അവേർഷൻ ഉണ്ടാവാം. കാരണം ഒന്ന്, ആ കുട്ടിക്ക് എന്തായിരിക്കും, അതിന് ഹോട്ട് മൗത്താണ്, അതിനകത്ത് ഓറൽ ത്രഷും അല്ലെ ആഫ്റ്റർ അങ്ങനത്തെ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഈ സക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവേർഷൻ ടു മിൽക്ക്. അതല്ലെങ്കിൽ മദറിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ മിൽക്ക് ടേസ്റ്റ് ബാഡ് ടേസ്റ്റിംഗ് ആയിരിക്കും മിൽക്ക്. അങ്ങനെയുള്ള മിൽക്കാണെങ്കിൽ കുട്ടി റിപ്പൽ ചെയ്യും. മൗത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും കുട്ടി മദേഴ്സ് മിൽക്കിന് അവേർഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ആ മിൽക്കിന് എന്തെങ്കിലും അതിന് ടേസ്റ്റ് കുട്ടിക്ക് ഇഷ്ടമാവുന്നില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആ മിൽക്കിനാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ ബൊറാക്സ് മദറിന് നമ്മൾ ബൊറാക്സ് പ്രിസ്ക്രൈബ് ചെയ്യാം. പക്ഷേ അതല്ലാതെ മദേഴ്സ് മിൽക്ക് നോർമലായിട്ട് കുട്ടിയുടെ വായിക്കാണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ആ ചൈൽഡിന് നമുക്ക് ബൊറാക്സ് പ്രിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഒരേ കണ്ടീഷനിൽ തന്നെ ചിലപ്പോൾ മദറും ബൊറാക്സ് ആയിരിക്കും, ചൈൽഡും ബൊറാക്സ് ആയിരിക്കും. അപ്പം ബൊറാക്സ് മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുൾ നേഴ്സിംഗ് ആൻഡ് പെയിൻ ഈസ് ഫെൽറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ്. അതാണ് ക്യാരക്ടറിസ്റ്റിക്. പെയിൻഫുൾ നേഴ്സിംഗ്, പെയിൻ ഈസ് ഫെൽറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ്. പിന്നെ സെൻസേഷൻ ഓഫ് ആൻ എംറ്റിനെസ്, ഒരു എംറ്റി ഫീലിംഗ് ഇൻ ദ ബ്രസ്റ്റ്. അതാണ് മദേഴ്സ് മിൽക്ക് ടേസ്റ്റ് ബാഡ്ലി. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്തായിരിക്കും, അവേർഷൻ ഫോർ മദേഴ്സ് മിൽക്ക് ആയിരിക്കും. അപ്പോൾ കുറേ അപ്പോൾ ബൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫീമെയിൽ സിംറ്റംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്കിന്ന്, ബൊറാക്സിൻ്റെ സ്കിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സ്കിൻ ഈസ് അൺഹെൽത്തി, സ്ലൈറ്റസ്റ്റ് ഇഞ്ചുറി സെപ്പറേറ്റ്. അതിന് കുറേ മെഡിസിൻസിൽ വരുന്നത് കലണ്ടുല, ഹെപ്പാർ, മെർക്കുറി, സൈലീഷ്യ. ഈ 3 മെഡിസിൻ നമുക്ക് ഒരേപോലത്തെ സിംറ്റംസ് ആണ്. അതുപോലെ ഇതെല്ലാം ഇനിമിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അതായത് മെർക്കുറി കൊടുത്തു കഴിഞ്ഞാൽ സൈലീഷ്യ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു സിമിലർ ആയിട്ടുള്ള മെഡിസിൻസ് ആണ്, പക്ഷേ അത് ഇനിമിക്കലാണ് അതിൻ്റെ ആക്ഷൻ. അപ്പോൾ അൺഹെൽത്തി സ്കിന്നാണ്. സ്ലൈറ്റസ്റ്റ് ഇഞ്ചുറി സെപ്പറേറ്റ്സ്, കലണ്ടുല, ഹെപ്പാർ, മെർക്കുറി, സൈലീഷ്യ. ഒരു സെപ്പറേഷനാണ്, സ്ലൈറ്റസ്റ്റ് ഇഞ്ചുറി സെപ്പറേറ്റ്സ്. ഇനി എൻ്റെ GIT-യിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂറിൻ പറഞ്ഞപ്പോൾ തന്നെ എന്താ പറഞ്ഞത്, ദ ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷൻ ആൻഡ് ബിഫോർ സ്റ്റൂളും ഉണ്ട്, ഡ്യൂറിങ് സ്റ്റൂളും ആണ്.
ദ ചൈൽഡ് വീപ്സ് ഡ്യൂറിങ് സ്റ്റൂൾ. അതിനകത്ത് കുറേ മെഡിസിൻസ് ഉണ്ട്. എത്തൂസ, ചമോമില, സിന, ഫോസ്ഫറസ്, സൈലീഷ്യ, സൾഫർ, കുറേ മെഡിസിൻസ് ഉണ്ട്. പിന്നെ ബൊറാക്സിൻ്റെ സ്റ്റൂളിനകത്ത് ഒരു പെക്യുലർ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിംഗ് ബ്രിങ് ഡയറിയ. അങ്ങനത്തെ ഒരു സിംറ്റം വേറെ ഒരു പെക്യുലറാണ്. എന്ന് വെച്ചാൽ സ്മോക്കിംഗ് കോസസ് ഡയറിയ. സ്മോക്കിംഗ് കോസസ് ഡയറിയ ആൻഡ് അതർ മെഡിസിൻസ് ആർ ബ്രോമിയം ആൻഡ് ചമോമില. ബ്രോമിയം ആൻഡ് ചമോമില്ല. സ്മോക്കിംഗ് കോസസ് ഡയറിയ, ബോറാക്സ്, ബ്രോമിയം ആൻഡ് ചമോമില്ല. പിന്നെ ഡയറിയൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറിയ സ്റ്റൂൾ ലൂസ് പാപ്പി ആൻഡ് ഒഫൻസീവ് ആൻഡ് ഈസ് പ്രിസീഡഡ് ഇൻ കോളിക്. അതായത് കോളിക് പ്രിസീഡിങ് ആയിരിക്കും. പിന്നെ മ്യൂക്കസ് സ്റ്റൂൾസ് വിത്ത് ആഫ്റ്റർ സോർ മൗത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു മ്യൂക്കസ് സ്റ്റൂൾസ് ആണ്. അതിന് ഗ്രീനിഷ് ആയിട്ടുള്ള ഡയറിയ കാണിക്കാറുണ്ട്. ഗ്രീനിഷ് ഡയറിയ കാണിക്കാറുണ്ട്. നമ്മൾ അർജൻറ്റീന നൈട്രിക്കത്തിലൊക്കെ കാണുമ്പോഴത്തെ ഗ്രീനിഷ് ഡയറിയ കാണിക്കാറുണ്ട്. മ്യൂക്കസ് ആൻഡ് സ്ലൈമി ആയിട്ടുള്ള സ്റ്റൂൾ, മ്യൂക്കസ് സ്റ്റൂൾ അതല്ലെങ്കിൽ സ്ലൈമി സ്റ്റൂൾ. ഇനി അതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് അതിൻ്റെ മൊഡാലിറ്റി. അഗ്രവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊറാക്സിൻ്റെ മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് മോഷൻ അഗ്രവേഷൻ. പിന്നെ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ അവരുടെ എല്ലാ കംപ്ലയിൻസും അഗ്രവേഷനാണ്. ഓൾ ദ കംപ്ലയിൻസ് ആർ അഗ്രവേഷൻ ആഫ്റ്റർ മെൻസ്ട്രേഷൻ. അപ്പോൾ അഗ്രവേഷൻ ഫ്രം ഡിസെൻഡിങ്, അഗ്രവേഷൻ ഫ്രം ലാഫിങ്, അഗ്രവേഷൻ ആഫ്റ്റർ മെൻസ്ട്രേഷൻ, ഡൗൺവേർഡ് മോഷൻ. ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറാക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത് ഡൗൺവേർഡ് മോഷൻ അഗ്രവേഷനും ആഫ്റ്റർ മൗത്ത്. പിന്നെ ഈ പ്രൊഫ്യൂസ് ആക്റ്റഡ് ലൂക്കോറിയ വിച്ച് ഈസ് ഫീലിംഗ് ആസ് ഇഫ് എ ഹോട്ട് വാട്ടർ ഈസ് റണ്ണിങ് ഡൗൺ. ആ ഒരു ഫീലിംഗ് ആണ് അതിൻ്റെ അത്. പിന്നെ ബിഫോർ യൂറിനേഷൻ ആൻഡ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് സ്റ്റൂൾ, ഇതെല്ലാം ഇവർക്ക് അഗ്രവേഷനാണ്. ഇനി ഇവരുടെ അമിലറേഷൻ ഒരു പെക്യുലർ ആയിട്ടുള്ളൊരു ടൈം മൊഡാലിറ്റി ഉണ്ട്. 11 PM എസ്പെഷ്യലി മെൻ്റൽ സിംറ്റത്തിനാണ് 11 PM അമിലറേഷൻ പറയുന്നുണ്ട്. പിന്നെ അമിലറേഷൻ ഫ്രം പ്രഷർ. ഈ അമിലറേഷൻ ഫ്രം പ്രഷർ ഇവരുടെ ഈ ബ്രസ്റ്റിലെ സിംറ്റത്തിനൊക്കെ ഈ അമിലറേഷൻ ഫ്രം പ്രഷർ. പിന്നെ ഹോൾഡിങ് പെയിൻഫുൾ സൈഡ് വിത്ത് ദ ഹാൻഡ്. പ്രഷർ അമിലറേഷൻ എന്നുള്ളതാണ് ബ്രയോണിയിലൊക്കെ കൊടുക്കുന്നത്. പ്രഷർ അമിലറേഷൻ ഫ്രം പ്രഷർ, ഹോൾഡിങ് പെയിൻഫുൾ സൈഡ് വിത്ത് ദ ഹാൻഡ്. അപ്പോൾ അമിലറേഷൻ കൂടെ ഒരു വേറൊരു പർട്ടിക്കുലർ ടൈം മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ 11 PM അമിലറേഷൻ. 11 PM അമിലറേഷൻ എന്ന് പറയുന്നത് അവരുടെ ഈ മെൻ്റൽ ആങ്സൈറ്റി, ഫ്രെറ്റ്ഫുൾ, ഈസിലി ഫ്രൈറ്റൻഡ്, അങ്ങനത്തെ കുറേ മെൻ്റൽ പിക്ചേഴ്സ് ഹിസ്റ്റീരിക്കലൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കെൻഡിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒരു ടൈം മൊഡാലിറ്റിയാണ് 11 PM. അൺടിൽ 11 PM ദേ ആർ വെരി റെസ്റ്റ്ലെസ്, ഫ്രെറ്റ്ഫുൾ, ആ ഒരു ഇൽ ഹ്യൂമർഡ് ആ ഒരു നേച്ചറൊക്കെ ആയിരിക്കും. പക്ഷെ 11 PM ശേഷം അവർ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട്, മെൻ്റൽ സിംറ്റംസ് ആർ റിലീവ്ഡ് ആഫ്റ്റർ സ്റ്റൂൾ. മെൻ്റൽ സിംറ്റംസ് ആർ റിലീവ്ഡ് ബൈ ഇൽ ഹ്യൂമർഡ് ആൻഡ് ക്വാറൽസം ഒക്കെ ആയിരിക്കും. പക്ഷേ അത് റിലീവ്ഡ് ആഫ്റ്റർ സ്റ്റൂൾ, എസ്പെഷ്യലി ആഫ്റ്റർനൂണാണ്. ആഫ്റ്റർനൂൺ സ്റ്റൂളിലാണ് ഇവർക്കത്ര റിലീഫ് കിട്ടുന്നത്. ഇനി റിലേഷൻഷിപ്പിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻകോമ്പാക്റ്റബിൾ എന്നുള്ള പോർഷനാണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ വൈൻ അതല്ലെങ്കിൽ വിനേഗർ. അങ്ങനെ ആസിഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ബൊറാക്സ് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഈ സ്കിൻ ഡിസീസിൽ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ബൊറാക്സ്. യൂഷ്വലി സ്കിൻ ഡിസീസ് ഉള്ള ആൾക്കാരോട് നമ്മളിങ്ങനത്തെ ആസിഡ്സ് ഒന്നും അവോയ്ഡ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇത് ഓർക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ഇൻകോമ്പാക്റ്റബിൾ വിത്ത് അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനേഗർ ആൻഡ് വൈൻ. അപ്പോൾ ഇൻകോമ്പാക്റ്റബിൾ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ അസിറ്റിക് ആസിഡ്. പിന്നെ ഇതിനകത്ത് മറ്റ് കോമൺ ആയിട്ട് വരുന്ന സാനിക്കുലേൻ്റെ കുറേ സിംറ്റംസ് ഉണ്ട്, സോറിനത്തിൻ്റെ സിംറ്റംസ് ഉണ്ട്, കാൽക്കേരിയം, സൾഫറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സിമിലർ ഡ്രഗ്സ് ആണ്. സോ ബൊറാക്സ് ഫോളോസ് കാൽക്കേരിയ, സൾഫർ കാൽക്കേരിയ ഫോളോസ് ആണ് സോറിനം ആൻഡ് സാനിക്കുല. അപ്പോൾ സാനിക്കുലയും കാൽക്കേരിയും ഒക്കെ എന്താണ് ഒരു ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. സാനിക്കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽക്കേരിയും സൈലീഷ്യയൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് സാനിക്കുല. സൈലീഷ്യയുടെ പിക്ചറും കാൽക്കേരിയുടെ പിക്ചറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഡ്രഗാണ് സാനിക്കുല എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഫോളോയിങ് ആയിട്ടുള്ള ഡ്രഗ്സ് കാൽക്കേരിയ, സൾഫർ, കാൽക്കേരിയ, സാനിക്കുല ആൻഡ് സോറിൻ. ദെൻ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ആഴ്സനിക്കം, ബ്രയോണിയ, ലൈക്കോപോഡിയം, ഫോസ്ഫറസ് ആൻഡ് സൈലീഷ്യ. അപ്പോൾ മെയിൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകോമ്പാക്റ്റബിൾ വിത്ത് അസിറ്റിക് ആസിഡ്. അപ്പോൾ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ അസിറ്റിക് ആസിഡ്, വിനേഗർ ആൻഡ് വൈൻ. അപ്പോൾ നമ്മൾ ബൊറാക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പേഷ്യൻറ്റിനോട് ഇങ്ങനത്തെ ആസിഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറയണം. കാരണം ഡ്രഗിൻ്റെ ആക്ഷൻ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇതോടുകൂടി ബൊറാക്സ് കഴിയാണ്. താങ്ക് യു.